MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ ജർമ്മൻ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ കരാർ 2027 ജൂൺ വരെ നീണ്ടു നിൽക്കും. ഫ്ലിക്കിന്റെ പുതിയ കരാറിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ബാഴ്സലോണ ലാ ലീഗ കിരീടം ഔദ്യോഗികമായി ഉറപ്പാക്കുന്നതിന് ശേഷമാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ കരാറിൽ എല്ലാ കാര്യങ്ങളും ഉടൻ തീർപ്പാക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടെക്കോയും ക്ലബ്ബ് പ്രസിഡന്റായ ജോൺ ലാപ്പർട്ടിയും ഹാൻസി ഫ്ലിക്കിനെ ബാഴ്സലോണയുടെ ഭാവി പദ്ധതിയിൽ നിർണായക ഘടകമായി കാണുന്നു. അതിനാൽ തന്നെയാണ് ഈ കരാർ ഒരു സീസൺ കൂടി നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലാപ്പർട്ട ഹാൻസി ഫ്ലിക്കിന് ഒരു വർഷം കൂടി കരാർ നീട്ടിക്കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ലാ ലീഗ കിരീടം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും. 2027 വരെയാണ് ഹാൻസി ഫ്ലിക്കിന് ബാഴ്സലോണ മാനേജ്മെന്റ് കരാർ നീട്ടിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണ മികച്ച രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. അത് കളിക്കാരുടെ മെന്റാലിറ്റി തന്നെ അവിടെ മാറി കഴിഞ്ഞിട്ടുണ്ട്. മിന്നും പ്രകടനമാണ് ബാഴ്സലോണയുടെ ചുണക്കുട്ടികൾ എല്ലാ മത്സരങ്ങളിലും കളിക്കുന്നത്. ഹാൻസി ഫ്ലിക്ക് ബാഴ്സയുടെ പരിശീലകനായി വന്നതിന് ശേഷമാണ് ബാഴ്സലോണയുടെ കളിക്കാർ മികച്ച രീതിയിൽ കളിക്കാൻ തുടങ്ങിയത്. ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണ ഈ സീസണിൽ 2 കപ്പുകൾ നേടിയെടുത്തിട്ടുണ്ട്. കോപ്പ ഡെൽ റേ, സൂപ്പർ കപ്പ് ഇവയെല്ലാം ഹാൻസി ഫ്ലിക്കിന്റെ കീഴിലാണ് ബാഴ്സലോണ നേടിയെടുത്തത്. അതുപോലെ തന്നെ ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ വരെ പോയിട്ടുണ്ട്. സെമി ഫൈനലിൽ ആയിരുന്നു ബാഴ്സലോണ അന്ന് പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണയുടെ കളിക്കാർ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാഴ്സയുടെ പ്രസിഡന്റ് ഒരു വർഷം കൂടി ഫ്ലിക്കിന് കരാർ നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.